ഹലോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യണത് ഒരു നൈറ്റ് ടൈം കിച്ചൺ റൂട്ടീനാണ്. കിച്ചൺ റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു 10 to 15 മിനിറ്റ്സ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെച്ചതും വിളമ്പിയതായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരെങ്കിലും ചെയ്യണ കാര്യമാണ് കറിയൊക്കെ വെച്ചിട്ടുള്ള പാത്രം രാത്രി സോക്ക് ചെയ്തിട്ടിട്ട് രാവിലെ എടുത്ത് കഴുകുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മളത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് വേറൊരു ബോളിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ മാറ്റിയിട്ട് അപ്പോൾ തന്നെ അത് സോക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് രാത്രി തന്നെ കഴുകി വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കാനും നമുക്കെപ്പോഴും അതൊരു പോസിറ്റീവ് എനർജി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ വെച്ചിട്ടുള്ളതും കഴിച്ചിട്ടുള്ള പാത്രങ്ങളും അല്ലാണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഗ്രൈൻഡ് ചെയ്യാനും ചോപ്പ് ചെയ്യാനും അല്ലാതെയും കുറച്ച് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ജോലിയായിട്ട് നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുക്കിംഗ് ടൈമിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഓരോ പാത്രങ്ങളും കഴുകിയെടുത്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിലെ അവസ്ഥ ഇതാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയതും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു വൃത്തികേടൊക്കെ ഈ കൗണ്ടർ ടോപ്പും സ്റ്റൗവൊക്കെ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ചെയ്യണ ഒരു വർക്കാണ്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വൃത്തിയായി കിടന്ന് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക്. അതുപോലെ തന്നെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും കാണാനും ചെയ്യാനും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പും സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഇത് ഡിഷ് വാഷ് ഡിസ്പെൻസറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റീഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഞാനതൊന്ന് വാഷ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ സിങ്ക് ഏരിയയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് ബാക്കി റീഫില്ലിങ്ങൊക്കെ ചെയ്യാം.
അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഡിഷ് വാഷ് സ്ക്രബ്ബർ അല്ലെങ്കിൽ സ്പോഞ്ച് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു എന്ന് പറഞ്ഞാലും അതിലൊരു വാട്ടർ കണ്ടൻറ്റൊക്കെ എപ്പോഴും നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഡേർട്ടൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെപ്പോഴും മിനിമം ഒരു വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും റീപ്ലേസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി എല്ലാം കഴിയുമ്പോൾ ഇവരൊക്കെ വൃത്തിയാക്കിയാൽ നമ്മുടെ കൈയും കൂടെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഒരിക്കലും പോയിട്ട് ബെഡിൽ കിടക്കരുത്. അതൊക്കെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലെങ്കിലും നമ്മുടെ സെൽഫ് ഹൈജീൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യണത്. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു ഫീലും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ തന്നെയാണ് പ്രീഷ്യസ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു സെൽഫ് ലവ് എന്തായാലും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിട്ടയുള്ളൊരു ലൈഫിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്തൊക്കെ എടുത്ത് വയ്ക്കാനുള്ള സമയം കൂടിയിട്ടാണിത്. അതുപോലെ തന്നെ ഈ ഒരു 10 to 15 മിനിറ്റ്സിൽ നമുക്ക് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ പിറ്റേ ദിവസത്തുള്ള ഫുൾ ഡേ കുക്കിംഗ് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഞാനിവിടെ ദോശയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് അരച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.